പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയെയും അപ്പർ കുട്ടനാടൻ മേഖലയെയും ആലപ്പുഴയുമായി ബന്ധിപ്പിച്ചിരുന്ന മണിപ്പുഴ ചാത്തങ്കേരി വളവനാലി തോട് ഇന്ന് പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ്. 6 വർഷത്തിലധികമായി പോള നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതോടെ അപ്പർ കുട്ടനാടൻ മേഖലയിലെ 4000-ഓളം ഏക്കർ പാടശേഖരങ്ങളും ജനജീവിതവും കടുത്ത ദുരിതത്തിലാണ്. ജലപാത അടിയന്തരമായി നവീകരിക്കണമെന്നാണ് ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. ഇത് മണിപ്പുഴ ചാത്തങ്കേരി വളവനാലി തോട്. പണ്ട് വള്ളങ്ങളും ബോട്ടുകളും സജീവമായി യാത്ര നടത്തിയിരുന്ന ജലപാതയാണിത്. അക്കാലത്ത് ജനങ്ങൾ വള്ളം കാത്തുനിന്നിരുന്ന പടിക്കെട്ടുകൾ മാത്രമാണ് പഴയ ജലഗതാഗതത്തിന്റെ സ്മരണയായി ഇന്ന് അവശേഷിക്കുന്നത്. അതാകട്ടെ പൂർണ്ണമായും കാടുമൂടിയ അവസ്ഥയിലും. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി ഈ തോട് പോള നിറഞ്ഞ് ഒഴുക്ക് നിലച്ചു കിടക്കുകയാണ്. അപ്പർ കുട്ടനാടൻ മേഖലയിലെ 4000-ഓളം ഏക്കർ നെൽകൃഷിയെയും ഈ ദുരവസ്ഥ നേരിട്ട് ബാധിക്കുന്നു. അന്നത്തെ തോടിന്റെ സ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും അധികം പത്തനംതിട്ട ജില്ലയുടെ നെല്ലറയാണ് ഈ പെരിങ്ങര പഞ്ചായത്ത്. ഏതാണ്ട് 4000-ഓളം ഏക്കർ കൃഷി ചെയ്യുന്ന പുഞ്ചകൃഷി ചെയ്യുന്ന പ്രദേശമാണ്. അന്നേരം കൃഷിക്ക് ആവശ്യമായ ശുദ്ധജലം കയറ്റി ഇറക്കുന്നത് വിത്തും വളവും വള്ളത്തേൽ കൊണ്ടുപോകുന്നത് എല്ലാം ഈ തോട് വഴിയായിരുന്നു. പോള നിറഞ്ഞ തോട് യാത്രാമാർഗം ഇല്ലാതാക്കിയതിനൊപ്പം പ്രദേശവാസികളുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഒഴുക്ക് നിലച്ചതോടെ ചെറിയൊരു മഴ പെയ്താൽ പോലും പ്രദേശം പ്രളയസമാനമായ വെള്ളക്കെട്ടിലാകും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകളും മറ്റു രോഗാണുക്കളും പെരുകിയതോടെ സാംക്രമിക രോഗങ്ങളുടെ ഭീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. കഴിഞ്ഞ 6 വർഷത്തിലധികമായി വേണ്ട തരത്തിൽ ഈ തോടിന്റെ സംരക്ഷണം നടക്കാഞ്ഞത് വഴി ഈ തോട് മുഴുവൻ പോള നിറഞ്ഞ് പിന്നെ നമ്മുടെ നാവിഗേഷൻ സൗകര്യം എന്നതിലുപരിയായി ഇവിടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് താമസിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് മാറി. അന്നേരം തോട് മലിനീകരണപ്പെട്ടത് വഴി ആരോഗ്യരംഗത്ത് വലിയ വെല്ലുവിളി നേരിടുന്നു, കൃഷി രംഗത്ത് വലിയ വെല്ലുവിളി നേരിടുന്നു. അതുപോലെ തന്നെ ഇത് നീരൊഴുക്കിന് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഈ വെള്ളം ഒഴുകി മാറുന്ന ഈ ആറ് വഴിയാണ്. അന്നേരം ഈ ആറുകളിൽ ഈ പോള നിറഞ്ഞു കിടക്കുമ്പോൾ നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടും. അതുവഴി വലിയ പ്രളയത്തിന് സാധ്യതയുണ്ട്. ഈ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം തന്നെ ആൾക്കാർക്ക് മൈഗ്രേഷൻ കൂടി വരികയാണ്. നേരം ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമാകും വിധം ഈ തോടുകളുടെ ഡീപ്പനിങ് ആൻഡ് വൈഡനിങ് ആൻഡ് ക്ലീനിങ് നടത്തി ഈ കഴിഞ്ഞ തോടിന്റെ പ്രതാപത്തിലേക്ക്, കഴിഞ്ഞ കാല ഇടപെടലിലേക്ക് ഇത് ഉപയോഗപ്രദമാക്കുവാൻ കഴിയുന്ന ഒരു പ്രവർത്തനമുണ്ടാകണം. ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ തോട്ടിലെ പോള പൂർണ്ണമായും നീക്കം ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. തോടിന്റെ ആഴവും വീതിയും കൂട്ടി പഴയതുപോലെ ഗതാഗത യോഗ്യമാക്കിയാൽ മാത്രമേ പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകൂ. ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ നാട്ടുകാർ. ഇനിയെങ്കിലും സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. അമൃത ന്യൂസ്, പത്തനംതിട്ട.